ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിനായി കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ഏകരക്ഷകന് സകല മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ദിവസം ദൈവാത്മാവിൻ്റെ പ്രേരണയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഗളത്തിൽ നമ്മോട് സംസാരിപ്പാൻ, നമ്മോട് ഇടപെടുവാൻ, നമ്മെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ബോധ്യം വന്നിരിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അതിനാധാരമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 25-ാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. മത്തായി 15-ാം അധ്യായം 25-ാമത് വാക്യം. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കനാന്യ സ്ത്രീ, അവളുടെ മകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായി. ഭൂത ഉപദ്രവം, ആ വാക്ക് നിങ്ങൾ ഓർത്തേ. ഭൂതം ഉപദ്രവിക്കുന്നു. മനുഷ്യനെ ഇതുപോലെ ഉപദ്രവിക്കുന്ന ഒന്ന് വേറെയില്ല. സാക്ഷാൽ സാത്താൻ, പിശാചിൻ്റെ കയ്യാളുകളായി ഈ പ്രപഞ്ചത്തിൽ വ്യാപരിക്കുന്ന ദുർഭൂതങ്ങളും ദുരാത്മാക്കളും മാനവരാശിയെ, മനുഷ്യവർഗത്തെ പുരാതന കാലം മുതൽ ഉപദ്രവിക്കുകയാണ്. അതിന് ചിലപ്പോൾ മനുഷ്യനെ കയ്യിലെടുത്തേക്കാം, ചിലപ്പോൾ മൃഗങ്ങളെയോ വസ്തുക്കളെയോ ഒക്കെ കയ്യിലെടുത്തേക്കാം. അങ്ങനെ ഉപദ്രവം പണിയാക്കിയ ഒരു വ്യക്തിത്വമാണ്, ഒരു ശക്തിയാണ് സാത്താൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതിൻ്റെ ദൂതന്മാരാണ് ഭൂതങ്ങൾ. ഭൂതം ഉപദ്രവിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നു, ഭൂതം ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ആരോട് പോയി പറയും? ആരോട് പോയി പറയും? നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ നമ്മളെ ഉപദ്രവിച്ചാൽ ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്, നമുക്ക് പറയാൻ പല സ്ഥലമുണ്ട്. പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലൊക്കെ പോയി പറയാം. നമ്മുടെ അതിര് മാന്തുന്നു, നമ്മുടെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചൂടുവെള്ളം കൊണ്ടൊഴിക്കുന്നു, ഉപദ്രവിക്കുക, ചെന്ന് പറയാൻ സ്ഥലമുണ്ട്. കുഞ്ഞുങ്ങൾ തമ്മിൽ, വീട്ടിൽ 2-3 മക്കളുള്ള വീട്ടിൽ മക്കൾ തമ്മിൽ വഴക്കുണ്ടായാൽ അപ്പനോട് പറയാം, എന്നെ ഉപദ്രവിക്കുക എന്ന് പറയാം. ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ ഉപദ്രവിച്ചാൽ ഹെഡ് മാസ്റ്ററുണ്ട്, ക്ലാസ് ടീച്ചറുണ്ട്, ചെന്ന് പറയാം. ഒരു വീട്ടിനകത്തോ ഒരു സ്ഥാപനത്തിനകത്തൊക്കെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉപദ്രവിച്ചാൽ അത് പറയാൻ ഇവിടെ സ്ഥാപനങ്ങളും വ്യക്തികളും അധികാരികളുമുണ്ട്. പക്ഷെ ഭൂതം ഉപദ്രവിച്ചാൽ ആരോട് പറയും? പോലീസ് സ്റ്റേഷനിൽ പോയി പറയോ? കോടതിയിൽ പോയി പറയോ? വക്കീൽ ഓഫീസിൽ പോയി പറയോ? മെഡിക്കൽ കോളേജിൽ പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പനോട് പറഞ്ഞാൽ അപ്പൻ എന്ത് ചെയ്യും? പിള്ളേരെ ഭൂതം ഉപദ്രവിക്കുമ്പോൾ തലമുട്ടി വെച്ച് പറിച്ചുകൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട്, യോ എന്നെ കൊല്ലാൻ വരുന്നേ, യോ എന്നെ പേടിയാണേ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് മുറുകെ പിടിച്ചാൽ അമ്മ അപ്പന് എന്ത് ചെയ്യും? ചിന്തിച്ചിട്ടുണ്ടോ? ഭൂതം ഉപദ്രവിച്ചാൽ ആരോട് പറയും? ശാസ്ത്രത്തോട് ശാസ്ത്രം പറയും ഭൂതമൊന്നുമില്ല, പിശാചൊന്നുമില്ല. അയ്യോ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ വേദപുസ്തകത്തിനകത്തൊരു എതിരാളിയുണ്ട്. മാനവനെ തകർക്കാൻ വേണ്ടി പുരാതന കാലം മുതൽ ശത്രുത്വം വെച്ച് പുലർത്തി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനും നിത്യ നരകത്തിൽ തള്ളാനും പാപം അഴിച്ചുവിട്ട് മോഹം മനസ്സിൽ കൊടുത്ത് അങ്ങനെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി മനുഷ്യത്വം നശിപ്പിച്ച് കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കി അമ്മപെങ്ങന്മാരെ തിരിച്ചറിയാത്ത നിലവാരത്തിനകത്ത് അങ്ങനെ തകർത്താടുന്ന കൂത്താടുന്ന ജീവിതത്തിൻ്റെ ഉടമയാക്കി മാറ്റാൻ വേണ്ടി വ്യാമോഹിച്ച് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇല്ലെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ പറ്റില്ല. വേദപുസ്തകം വിശ്വസിക്കുന്നവർക്ക്, ഈശ്വര വിശ്വാസമുള്ളവർക്ക് ഈ കാര്യം തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ നിരീശ്വരവും നാസ്തികവാദവും അതൊക്കെ ഒരറ്റത്ത് ഓരോരോ ന്യായങ്ങൾ പറഞ്ഞു നിൽക്കും. സത്യമായി പറഞ്ഞാൽ ഒരു എതിരാളിയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്. ചോദ്യം, പൈശാചിക ശക്തികൾ ഉപദ്രവിച്ചാൽ ആരോട് പറയും? അതിൽ ഞാൻ കനാന്യ സ്ത്രീയെ സമ്മതിക്കുന്നു. 100-ൽ 100 മാർക്ക് അവർക്ക് കൊടുക്കണം. കാരണം ഭൂതം മക്കളെ ഉപദ്രവിച്ചാൽ അത് വഴിനീളെ പറഞ്ഞിട്ട് കഥയില്ല.
കുടുംബയോഗത്തിൽ പോയി പറഞ്ഞിട്ട് കഥയില്ല. അത് പറയാൻ ലോകത്തിലൊരു സ്ഥലമുണ്ടെങ്കിൽ ദൈവസന്നിധിയാണ്. പിശാചിനെ കാൽവരിയിൽ തകർത്ത കർത്താവായ യേശുവിനല്ലാതെ മറ്റാർക്കും ഭൂതോപദ്രവത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ കഴിയില്ല. ഇല്ല. ലോക ചരിത്രത്തിൽ ഭൂതം അഥവാ പിശാച്, ദുരാത്മാവ് തിരിഞ്ഞു നിന്നിട്ട് മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രാ, ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണോ, ഞങ്ങളെ സമയത്തിനു മുമ്പേ ദണ്ഡിപ്പിക്കരുതേ എന്ന് കൈകൂപ്പി പറഞ്ഞത് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ പിശാചിൻ്റെ തലയെ തകർത്ത മനുഷ്യനെ രക്ഷിപ്പാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലല്ലാതെ വേറെ കർത്താവിൻ്റെ നാമത്തിൻ്റെയും കർത്താവിൻ്റെ മുമ്പിലല്ലാതെ വേറെ എങ്ങും സാത്താൻ സുല്ലു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഭൂതം ഉപദ്രവിച്ചാൽ പറയാൻ ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധിയാണ്. യേശുവിനോടല്ലാതെ പിന്നെ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊന്ന് വിവേചിച്ച് മനസ്സിലാക്കണം. അന്ധകാര ശക്തികൾ, ദുഷ്ടാത്മസേനകൾ നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ ഉപദ്രവിക്കുന്നെങ്കിൽ ചുമ്മാ പോരാട്ടം പറഞ്ഞ് സമയം കളയരുത്. ഇത് പറയേണ്ടത് ക്രിസ്തു യേശുവിനോടാണ്. ഈ അമ്മ പറഞ്ഞ പോലെ പറയണം. ചുമ്മാ മെഴുക്ക് വരട്ടി പറയരുത്, എണ്ണ പൂശി പറയരുത്. ഈ അമ്മ പറഞ്ഞ പോലെ പറയണം. എന്താ പറഞ്ഞത്? എൻ്റെ കൊച്ചിനെ ഭൂതം ഉപദ്രവിക്കുക, അങ്ങനെ തന്നെ പറയണം. അല്ല, അവൾ മിടിക്കുകയായിരുന്നു, നല്ലവളായിരുന്നു, കുഴപ്പമൊന്നുമില്ല, പോരാട്ടമാണ്, അങ്ങനെയല്ല. ഭൂതം ഉപദ്രവിക്കുക ഇത് വന്ന് പറഞ്ഞു. ഭൂതോപദ്രവമല്ല ഇന്നത്തെ ചിന്താവിഷയം കേട്ടോ. കനാന സ്ത്രീയൊക്കെ എത്രയോ പ്രാവശ്യം നമ്മുടെ പ്രസംഗ പീഠത്തിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. പിന്നെയോ 3 വാക്കുകൾ ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഇന്ന് എത്രയോ പ്രാവശ്യം ഞാൻ ഈ ഭാഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരും പ്രസംഗിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശ്രദ്ധേയമായ 3 വാക്കുകൾ. ഒന്ന്, 22-ാമത്തെ വാക്യം. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. കനാന്യ സ്ത്രീ വന്നു. മറ്റൊരു ദേശത്ത് നിന്ന് യേശു ഉള്ള സ്ഥലത്തേക്ക് ഈ സ്ത്രീ വന്നു. ന്യായമായൊരു ഇൻട്രൊഡക്ഷൻ, ഒരു സംഭവ പരമ്പര എഴുതുകയാണ്. അതിനകത്ത് തുടക്കം ഇന്നടത്തുനിന്ന് വന്നു എന്ന് പറഞ്ഞെഴുതി. രണ്ടാമത്തത് 23-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാർ പറയുകയാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു. വന്നു ഒരു ഭൂതകാലമാണ്. വരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസാണ്. പുറകെ വന്നുകൊണ്ടിരിക്കുക. യേശുക്രിസ്തു ഒന്നും പറഞ്ഞില്ല. ഇവളിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൊച്ചിന് ഭൂതോപദ്രവമാണ് കർത്താവേ എന്ന് വിളിച്ചിട്ട് യേശു ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് ശിഷ്യന്മാർ പറയുന്നു അവൾ നമ്മുടെ പിന്നാലെ വരുന്നു എന്ന് പറയാൻ കാരണം യേശു ഒന്നും പറഞ്ഞില്ലെങ്കിലും അവൾ അവിടെ നിന്നില്ല. കർത്താവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ശിഷ്യന്മാരുമായി. ആ ജൈത്രയാത്രയുടെ പിന്നാലെ, കർത്താവിൻ്റെ പിന്നാലെ അവൾ വരുന്നു. 3-ാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ്, അല്ലെങ്കിൽ 3-ാമത്തെ വാക്കാണ് 25-ാം വാക്യത്തിൽ. എന്നാൽ അവൾ വന്നു എന്ന് പറയുമ്പോൾ എഗൈൻ, വീണ്ടും എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. ഏതോ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, ഞാൻ കണ്ടില്ല. വീണ്ടും വന്നു എന്ന് പറഞ്ഞാൽ 22-ാമത്തെ വാക്യത്തിൽ അവൾ അവളുടെ ദേശത്തുനിന്ന് വന്നതാണ്. 25-ാമത്തെ വാക്യത്തിൽ പിന്നെയും വന്നു എന്ന് പറയുമ്പോൾ അവൾ പോയിട്ട് പിറ്റേ ദിവസം വന്നെന്നല്ല അർത്ഥം, പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല. കാണാതെ പോയി, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും അവൾ പോകാതെ പിന്നെയും വന്നു. വേണമെങ്കിൽ മനുഷ്യത്വവും ആഠ്യത്വമുള്ള സ്ഥിതിക്ക് വേണമെങ്കിൽ പോകായിരുന്നു. നിൻ്റെ വിടുതലും വേണ്ട, എൻ്റെ കൊച്ച് ഭ്രാന്ത് വന്ന് ചത്താലും വേണ്ടില്ല എന്ന് പറയായിരുന്നു. പക്ഷേ ഇവൾ പിന്നെയും വന്നു. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിന്നെ വന്നിട്ട് ആദ്യം വന്നത് ഇവൾ പറയാനാണ്. 22-ാം വാക്യത്തിൽ വായിക്കുന്നു, ആ ദേശത്തു നിന്നൊരു കന്യാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്രേ കണ്ടോളൂ. പക്ഷെ അവൾ വിടാൻ ഭാവമില്ല. രണ്ടാമത് 25-ാം വാക്യത്തിൽ വന്നപ്പോൾ പറയാനല്ല വന്നത്, അവൾ വീണ്ടും വന്നു. കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവനെ നമസ്കരിച്ചു. അപ്പം ഞാനിങ്ങനെ ക്രോഡീകരിക്കാം. ആദ്യം വന്നത് പ്രാർത്ഥിക്കാൻ, രണ്ടാമത് വന്നത് നമസ്കരിക്കാൻ. വർഷിപ്പ് എന്ന വാക്കാണ് ആരാധിപ്പാൻ. ഞാൻ ഇന്ന് രാത്രി, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഈ കാര്യം പറയുമ്പോൾ ഓർപ്പിക്കട്ടെ. പ്രാർത്ഥിച്ചിട്ട് കർത്താവ് മിണ്ടിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും?
ഒരു ചോദ്യമല്ലേ? പിന്നെ എന്നാ ചെയ്യാനാ? തിരിച്ചു പോയേക്കാം. അങ്ങനെയാണോ ഈ സ്ത്രീ നമുക്ക് കാണിച്ചു തരുന്നത്? പ്രാർത്ഥിച്ചിട്ട് യേശു മിണ്ടിയില്ലെങ്കിലും നിൽക്കരുത്, കർത്താവിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ പുറകെ പോയിക്കൊണ്ടിരുന്നിട്ട് ഒരു മറുപടിയില്ല, നെഗറ്റീവാ പറയുന്നതെങ്കിൽ മടങ്ങിപ്പോകരുത്. വീണ്ടും അടുത്ത് ചെല്ലുക. ചെന്നിട്ട് എന്ത് ചെയ്യണം? ആ മുമ്പിലേക്ക് വീണ് നമസ്കരിക്കുക. ആ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് ഇടപെടാൻ തുടങ്ങി. പിന്നെയും മക്കളുടെ അപ്പം എടുത്തെന്നൊക്കെ പറഞ്ഞു. വീണ്ടും അവൾ വിശ്വാസത്തോടെ പറഞ്ഞു, ഇല്ല കർത്താവേ, നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ട്. യജമാനന്മാരുടെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ കൊണ്ട്. ഉടനെ കർത്താവ് അതുവരെയുള്ള നയങ്ങൾ മാറ്റി കുഞ്ഞിന് സൗഖ്യമായി എന്ന് പ്രസ്താവിച്ചു. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആത്മീകത്തിൽ ഒരിക്കലും തോക്കരുത്. ആത്മീകത്തിൽ ഒരുപാട് വഴിയുണ്ട് ദൈവമക്കളെ. നമ്മളാകപ്പാടെ ആരാണ്ടോടും പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നൊരു വഴി മാത്രമേ, ആകപ്പാടെ ഒരു ഫോൺ നമ്പറേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഇത് മാത്രമേ വഴിയുള്ളെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ആകപ്പാടെ എവിടെയെങ്കിലും പോയി 10 രൂപ സ്വത്രാഴ്ച ഇട്ടിട്ട് കാണിക്കിട്ട് ആരോടെങ്കിലും പറയുക. അല്ലല്ലല്ല, നിങ്ങൾ കർത്താവിനെ പിൻപറ്റുമ്പോൾ ഒരുപാട് വഴികൾ തെളിഞ്ഞു വരും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, പിൻപറ്റുക, തളരരുത്, പുറകോട്ട് പോകരുത്, മുമ്പോട്ട് തന്നെ പോകുക. അങ്ങനെ പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, പുതിയ വഴികൾ തെളിഞ്ഞു വരും. പ്രാർത്ഥിച്ചിട്ട് മിണ്ടിയില്ലെങ്കിൽ ആരാധിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൾ ആദ്യം വന്നത് പ്രാർത്ഥിക്കാൻ അഥവാ പറയാൻ, രണ്ടാമത് വന്നത് പറയാനല്ല, നമസ്കരിക്കാൻ. രണ്ടാമത് വന്നെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വീട്ടിൽ പോയിട്ട് അടുത്ത ആഴ്ച വന്നെന്നല്ല, അടുത്തടുത്ത് വരികയാണ്. കർത്താവ് അകറ്റി നിർത്താനുള്ള വാക്കുകൾ പറഞ്ഞാലും അവൾ അകലാതെ അടുത്തടുത്ത് വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറേ നാൾ പ്രാർത്ഥിച്ചു, മാർച്ച് മാസം വരെ പ്രാർത്ഥിച്ചു, ഒന്നും ലഭിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. നിരാശപ്പെടരുത്. ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവവും പ്ലസ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശ്വസ്തതയും, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് പറയാം, അകലരുത്, അടുത്ത് വരിക, പിന്നെയും വരിക, പിന്നെയും വരിക, കുറേയും കൂടി അടുത്ത് വരിക. ആരാധിക്കുക. കർത്താവ് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് പിന്നെയും ചെല്ലാം. നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇനി എങ്ങനെ ചെല്ലുന്നതെന്ന് ചോദിക്കാതെ, കനാന്യ സ്ത്രീയെപ്പോലെ പിന്നെയും ചെല്ലാം. നമുക്കവനെ നമസ്കരിക്കാം. സങ്കടങ്ങൾ എണ്ണി പറയാം. ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ ഭൂതം ഉപദ്രവിച്ചപ്പോൾ വേറെ എങ്ങും പോയില്ല, പറയേണ്ടവൻ്റെ അടുക്ക പറഞ്ഞു. എന്നിട്ടും മറുപടിയില്ല. അവൾ തളർന്നില്ല. അവിടെ കുഞ്ഞിനെയും കൊണ്ട് അവൾ എഴുന്നേറ്റത്, വിടുതലും കൊണ്ട് എഴുന്നേറ്റത്. പറഞ്ഞിട്ട് പ്രവർത്തിക്കാതെ വന്നപ്പോൾ നമസ്കരിച്ചു, പുറകേ വന്നു. ദൈവമേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയിൽ ഇത് കേൾക്കുന്നവർ തളരാതിരിക്കട്ടെ. ചെയ്യേണ്ടത് ചെയ്യട്ടെ. മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.